കഥാപാത്രത്തിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ. 4 ബാക്ക് ഇല്ല, ഞാൻ കളിയാക്കിയതല്ല. ഒരു സർക്കാസം എല്ലാത്തിനും ഞാനേണ്ടോ. അടുത്ത നന്മയാണ്. അത് കാണാൻ വെയിറ്റിംഗ് ആണ്. ഉള്ള അടിപ്പടം, പക്ഷെ നന്മ നന്മ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനെക്കുറിച്ച് പറയായിരുന്നു കുറച്ച് നന്നായി കൂടെ സ്വഭാവം കേട്ടോ. ഫിനിക്സിൽ ഞാൻ ഭയങ്കര ഊളായിരുന്നാണ് മിയ പറയുന്നത്. അപ്പൊ ഇതിൽ കണ്ടിട്ട് എന്നെ കൊല്ലാൻ തോന്നുന്നു. എന്റെ വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവാന്ന് പറയായിരുന്നു. ഇത്രയും കൂട്ടുകാർ, ഇത്രയും കച്ചറ കൂട്ടുകാർ. 5 ആള് വേണമല്ലോ. അതെ വേണം. അപ്പൊ അടുത്തതില് കുറച്ച് നല്ല കഥാപാത്രമായിട്ട്, നല്ല സ്വഭാവമുള്ള കഥാപാത്രമായിട്ട് എന്നെ കുത്തിക്കൊണ്ടിരിക്കുക. അല്ല, അടുത്ത സിനിമയിൽ നല്ല കഥാപാത്രമായിട്ട്, നല്ല സ്വഭാവമുള്ള കഥാപാത്രമായിട്ട് വരുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ ഞാൻ വിടവാങ്ങും. സിനിമ അല്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അതാ പറയേ, എല്ലാവരുടെയും നല്ല പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മള് ന്യൂസിലൊക്കെ കാണുന്ന പോലെ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ പത്രത്തിലൊക്കെ കുറേ അപ്സെറ്റിംഗ് ന്യൂസുകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം അതിന്റെ ഒരു സിനിമാറ്റിക് റെപ്രസെന്റേഷൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതെ, അതാ പറഞ്ഞേ, നമ്മള് കുറേ പല കാര്യങ്ങൾ, പല ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ പിള്ളേരും അതും ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് 1-2 അല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു, പല കേസുകൾ ഓർമ്മ വന്നു. സീക്രട്ട് ഹോം സത്യം പറഞ്ഞാൽ അവിചാരിതമായിട്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്, അവിചാരിതമായിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് എത്തിയത്. കാരണം എന്നോടൊപ്പം ചാട്ടുളി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്ത അമൽ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ടാണ് ഇത് കാണാനായിട്ട് വന്നത്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവം റിയലാണ്. എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് നടന്ന സംഭവം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആറ്റിങ്ങൽ സംഭവം, ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം. അന്ന് പലരും ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞപ്പോഴും പലരും അവരെ ഒരുപാട് ദ്രോഹിച്ചപ്പോഴും എനിക്ക് തൊണ്ടയിടറുന്നുണ്ട്. ഞാൻ മാത്രമായിരുന്നു ആ കുട്ടിയെ ആ വീട്ടുകാർക്ക് സപ്പോർട്ടായിട്ട് നിന്നതും പറഞ്ഞത്. പക്ഷേ അന്ന് മുഖ്യധാരയിൽ എൻ്റെ വാക്കുകൾക്കോ അതിനൊന്നും ആരും വില കൽപ്പിച്ചില്ല. നീതി താമസിച്ചാണ് നമുക്കൊരു നീതി കിട്ടുന്നതെങ്കിൽ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സത്യമെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ താന്നു കിടക്കുന്നതാണ്. കള്ളം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. പക്ഷെ ഒരു നാൾ ആ സത്യം പുറത്തേക്ക് പൊങ്ങി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ കള്ളമെല്ലാം മാറും. പക്ഷെ സത്യം ലേറ്റായിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത്രയും നാൾ ആ വ്യക്തി അനുഭവിക്കുന്ന പീഡനങ്ങൾ, അല്ലെങ്കിൽ ആ മാനസിക പ്രയാസങ്ങൾ, ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരനുഭവിക്കുന്ന വിഷമങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഭയങ്കര വിഷമമാണ്. ഇന്ന് ഈ സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. ഇല്ല, ഓരോരുത്തർ നല്ല ഒപ്പീനിയൻ പറഞ്ഞു വരുന്നു. സ്ലോലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബൈ മൗത്ത് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. മൗത്ത് പബ്ലിസിറ്റി വഴി ആൾക്കാർ കയറുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും കണ്ടിട്ട് തന്നെ പടം അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമായും ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ പറഞ്ഞോ? ഓക്കെ, ഇല്ല, കേൾക്കുന്നതിൽ സന്തോഷം. കാരണം എപ്പോഴും ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിൽ നിന്നൊന്ന് പുറത്തേക്ക് വരണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചു. 100% നമുക്ക് എത്ര പറ്റുമോ അത്രയും ചെയ്തു. നല്ലൊരു ഇമ്പാക്റ്റ് ആൾക്കാരിൽ ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. താങ്ക് യു.